നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സംസ്ഥാന വനം വന്യജീവി നിയമ ഭേദഗതി ബില്ല് വെറും തെരഞ്ഞെടുപ്പ് തട്ടിപ്പെന്ന് കർഷക മോർച്ച. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്നും ആക്ഷേപം. സ്വർണ്ണവില വീണ്ടും ഉയരത്തിൽ. പവന് വർദ്ധിച്ചത് 640 രൂപ. ഒരു പവൻ വാങ്ങാൻ 89,000 രൂപ നൽകണം. കോട്ടയം CMS കോളേജ് ചരിത്ര വിഭാഗം പ്ലാറ്റിനം ജൂബിലി ആഘോഷം തുടങ്ങി. ആഘോഷത്തോടനുബന്ധിച്ച് KR നാരായണൻ അനുസ്മരണ പ്രഭാഷണം. കോട്ടയം ജില്ലയിൽ നാളെയും മറ്റന്നാളും മഞ്ഞ അലർട്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാന വനം വന്യജീവി നിയമ ഭേദഗതി ബില്ല് വെറും തെരഞ്ഞെടുപ്പ് തട്ടിപ്പെന്ന് കർഷക മോർച്ച. വ്യക്തമായ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും വന്യജീവികളെ വെടിവെക്കാൻ അനുമതി തേടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും കർഷക മോർച്ച നേതാക്കൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സംസ്ഥാനം കൊണ്ടുവരുന്ന വനം വന്യജീവി നിയമ ഭേദഗതി ബിൽ കേരളത്തിലെ കർഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പ് മാത്രമാണെന്ന് കർഷക മോർച്ച. വസ്തുതകൾ മറച്ചുവെക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ കർഷകരോട് കാട്ടിയ ദ്രോഹ നിലപാടുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ ബില്ലെന്ന് കർഷക മോർച്ച ഭാരവാഹികൾ പറഞ്ഞു. 1972 പാസാക്കിയ വനം വന്യജീവി സംരക്ഷണ നിയമത്തെയാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് പുറത്ത് കളക്ടർമാർക്ക് വലിയ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അവകാശം കൊടുക്കുന്നതാണ് പുതിയ നിയമം എന്നാണ് സർക്കാർ പറയുന്നതെന്നും കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ പറയുന്നു. കാരണം നിലവിൽ വളരെ കൃത്യമായി ചീഫ് കൺസർവേറ്റർക്ക് അദ്ദേഹത്തിന് ആ അധികാരം മറ്റ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പകർന്നു കൊടുക്കാനുള്ള അവകാശം ചീഫ് കൺസർവേറ്റർക്ക് കേരളത്തിലെ കേന്ദ്രം കൊടുത്തുകൊണ്ടുള്ള കത്ത്, ആ കത്തിൻ്റെ പോലും ഡേറ്റ് വളരെ കൃത്യമായി കത്തിൻ്റെ പകർപ്പ് തന്നെയാണ്. അപ്പോൾ ഇതാണിപ്പോൾ പ്രമേയത്തിലൂടെ അല്ലെങ്കിൽ ബില്ലിലൂടെ സംസ്ഥാന ഗവൺമെൻറ് ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പം നിലവിൽ സത്യത്തിൽ കൺസർവേറ്റർക്ക് ഈ അവകാശവും അധികാരമുണ്ട്. പിന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണ്ടേ? പാർലമെൻറ്റിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് കൃത്യമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ഒരാളാണ് ഇവിടുന്നുള്ള MP. അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് നിലവിലുള്ള നിയമം ഇതിന് ഉപയുക്തമാണ് എന്ന് ബോധ്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തെ ഇപ്പോൾ കൊണ്ടിരുന്നിരിക്കുന്ന ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. നിലവിലെ നിയമം ഇതിന് പര്യാപ്തമാണ് എന്നാണ് വസ്തുത. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യാതെ നിത്യേന എന്നോണം വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന ജനങ്ങളെ കബളിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നും കർഷക മോർച്ച നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ഇന്ന് പവന് 640 രൂപ വർദ്ധിച്ച് 82,080 രൂപയായി. ഗ്രാമിന് 10,260 രൂപ. ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇപ്പോൾ കുറഞ്ഞത് 89,000 രൂപ നൽകണം. സ്വർണ്ണവില നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നാം മനസ്സിലാക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഏറ്റവും മൂല്യവത്തായ ആസ്തികളിലൊന്നാണ് സ്വർണം. സ്വർണത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് മറ്റ് ആസ്തികളുടെ വില നിശ്ചയിക്കുന്നത് പോലെ എളുപ്പമല്ല. ആഗോള വിപണിയിലെ പ്രവണതകൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട്. കൂടാതെ രാഷ്ട്രീയ സംഭവങ്ങൾ, കേന്ദ്ര ബാങ്ക് നയം, കറൻസി ചലനങ്ങൾ എന്നിവയും വില നിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷനാണ് രാജ്യത്തെ പ്രതിദിന സ്വർണ്ണവില നിശ്ചയിക്കുന്നതിലൂടെ നിരക്ക് നിശ്ചയിക്കുന്നത്. ഈ നിരക്കാണ് രാജ്യത്തെമ്പാടുമുള്ള ജ്വല്ലറികളും വ്യാപാരികളും ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ, നികുതി, പ്രാദേശിക വിപണിയിലെ സ്വർണത്തിന്റെ ആവശ്യകത എന്നിവയും ദിവസേനയുള്ള സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു പവൻ സ്വർണ്ണവിലയ്ക്കൊപ്പം പണിക്കൂലി, സ്വർണ്ണവിലയ്ക്കും പണിക്കൂലിക്കും മേൽ 3% GST, ഹോൾമാർക്കിംഗ് ചാർജായ 45 രൂപ, ഹോൾമാർക്കിംഗ് ചാർജിന് 18% GST എന്നിവയും ഉൾപ്പെടുത്തിയാണ് ആഭരണങ്ങളുടെ വില തീരുമാനിക്കുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 82,080 രൂപയാണ് വില. ഇതിനൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, ഇതിന്മേലുള്ള 3% GSTയും, ഹോൾമാർക്കിംഗ് ചാർജായ 45 രൂപയും 18% GSTയും ചേർത്താൽ 88,823 രൂപ എത്തും. കൂടാതെ വജ്രമോ കല്ലോ പതിപ്പിച്ചാൽ അതിന്റെ വില വേറെയും നൽകണം. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് കൂടുതൽ പണിക്കൂലി ഈടാക്കുമ്പോൾ വിലയിലും വ്യത്യാസമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. KR നാരായണൻ രാഷ്ട്രപതിമാർക്കിടയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സാധാരണക്കാരുടെ രാഷ്ട്രപതിയെന്ന് അദ്ദേഹത്തിന്റെ മുൻ പ്രസ് സെക്രട്ടറിയും UAE മുൻ ഇന്ത്യൻ സ്ഥാനപതിയുമായ TP സീതാറാം. കോട്ടയം CMS കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന KR നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
കോട്ടയം CMS കോളേജിന്റെ ചരിത്ര വിഭാഗത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഡോക്ടർ KR നാരായണൻ സ്മാരക പ്രഭാഷണം നടത്തി. കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവുമായി ചേർന്നാണ് അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചത്. UAE-യിലെ മുൻ ഇന്ത്യൻ അംബാസിഡറും KR നാരായണന്റെ പ്രസ് സെക്രട്ടറിയുമായിരുന്ന TP ശ്രീനിവാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നയതന്ത്ര തലത്തിലും രാഷ്ട്രീയത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു KR നാരായണൻ എന്ന് TP സീതാറാം പറഞ്ഞു. താൻ എടുക്കുന്ന തീരുമാനങ്ങളെ പൊതുസമൂഹത്തിനെ അറിയിക്കുന്നതിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന അപൂർവം രാഷ്ട്രപതിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നും TP സീതാറാം പറഞ്ഞു. The world has taken different directions. Thought process have changed. Behavior of people have changed. And we are today in an uncertain world which will produce uncertain history in the future. Later in 96, a year before Sri Narayanan became president, he came across a book by Samuel Huntington called The Clash of Civilizations. He suggested that in future, wars will not be based on geographical entities or ideology. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഞ്ജു ശോശൻ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീനു ജേക്കബ്, ബർസാർ ഡോക്ടർ ഷിജു ജോൺ സാമുവൽ, ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സുമി മേരി തോമസ്, പ്രൊഫസർ രാധിക ജി, പൊളിറ്റിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ അശോക് അലക്സ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ നാളെയും മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കരൂർ ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുട്ടപ്പൻ സിസിലി ദമ്പതികളുടെ ഓർമ്മയ്ക്കായി 11 സ്നേഹവീടുകൾ ജ്വലിച്ചു നിൽക്കും. നിർധനരായ 11 കുടുംബങ്ങൾക്ക് ആലയം ഒരുക്കിയിരിക്കുകയാണ് ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ മാസം 18-ന് വീടുകളുടെ വെഞ്ചരിപ്പും മറ്റ് 14 വീടുകളുടെ കല്ലിടിയിലും നടക്കും. കരൂർ ഞാവള്ളിൽ ആണ്ടിൽകുന്നേൽ കുട്ടപ്പൻചാട്ടിന്റെയും സിസിലി ചേച്ചിയുടെയും ഓർമ്മകൾ 11 സ്നേഹവീടുകളായി ജ്വലിച്ചു നിൽക്കും. 11 കുടുംബങ്ങൾക്ക് ആലയം ഒരുക്കിയിരിക്കുകയാണ് ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. വീടുകളുടെ വെഞ്ചരിപ്പും മറ്റ് 14 വീടുകളുടെ കല്ലിൽ ചടങ്ങും 18-ന് നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് 14 വീടുകളുടെ കല്ലിടൽ ചടങ്ങുകൂടെയാണ് ഈ മാസം 18-ാം തീയതി 3 മണിക്ക് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുന്നത്. കരൂർ വൈദ്യശാലപ്പടിയിലെ ഇൻഫന്റ് ജീസസ് നഗറിലാണ് 3 മുറികളും കോമൺ ടോയ്ലറ്റും അടുക്കളയും ഹാളും അടങ്ങിയ 11 വീടുകൾ ഒരുങ്ങിയിട്ടുള്ളത്. നാനാജാതി മതസ്ഥരായ അർഹരായ പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. 18-ന് വൈകിട്ട് 3-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വീടുകളുടെ വെഞ്ചരിപ്പും ആശീർവാദ കർമ്മവും നിർവഹിക്കും. ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. മന്ത്രിമാരായ VN വാസവൻ, MP രാജേഷ്, റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MPമാരായ ഫ്രാൻസിസ് ജോർജ്, അടൂർ പ്രകാശ്, ജോസ് കെ മാണി, MLA മാണി സി കാപ്പൻ, കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് മനക്കൽ, അന്ത്യാളം പള്ളി വികാരി ഫാദർ ജോസഫ് ചെറുകരകുന്നേൽ, കരൂർ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് കുളങ്ങര എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബെരാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1 മുതൽ 3 വരെ സുവിശേഷകർക്കും പാസ്റ്റർമാർക്കും നേതാക്കൾക്കുമായി സൂപ്പർ നാച്ചുറൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന പേരിൽ ബൈബിൾ ക്യാമ്പ് നടത്തുന്നു. നാലാഞ്ചിറ ഗിരിദീപം ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. പാസ്റ്റർ എസഖ്യ ഫ്രാൻസിസും സംഘവും നയിക്കും. രജിസ്ട്രേഷനായി അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടിയുടെ 9447502990 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാലാ മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനം തുടങ്ങി. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ എന്നിവർ ചേർന്ന് സെന്റർ നാടിനായി സമർപ്പിച്ചു. മാർസിൽവ മെഡിസിറ്റി പാലയുടെ 6ാം വാർഷികവും ആശുപത്രിയോട് അനുബന്ധിച്ച് 1 ലക്ഷത്തിൽ പരം ചതുരശ്രയിൽ നിർമ്മിച്ച മാർസിൽവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ വെഞ്ചരിപ്പും ഉദ്ഘാടനവും നടന്നു. CBCI പ്രസിഡന്റ് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രോസ് താഴത്ത് വെഞ്ചരിപ്പിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ മാർസിൽവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഒറ്റയ്ക്ക് സ്വപ്നം കാണുമ്പോൾ അതൊരു സ്വപ്നം മാത്രമായിരിക്കും. മറ്റുള്ളവരോടൊപ്പം സ്വപ്നം കാണുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഇരയാണ്. നമ്മൾ ഒന്നിച്ച് കണ്ട വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് മാസ്ലീവ യൂണിവേഴ്സിറ്റിയുടെയും മാസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെയും സ്ഥാപനം. മന്ത്രിമാരായ വി.എൻ. വാസവൻ, റോഷി അഗസ്റ്റിൻ, എം.എൽ.എമാരായ മോൻസ് ജോസഫ്, മാൻസി കാപ്പൻ, എം.പിമാരായ ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി, ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന്റെ എപ്പിസ്കോപ്പൽ ജൂബിലിയുടെ 50ാം വാർഷികത്തെ അനുസ്മരിച്ച ക്യാൻസർ സെന്ററിന്റെ പേര് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ എപ്പിസ്കോപ്പൽ ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ മാർസിലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ എന്ന് നാമകരണം ചെയ്യുന്നതായി ബിഷപ്പ് പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. ചാമമ്പതാൽ നടുക്കെ മുറിയിൽ സുരേഷ് നിര്യാതനായി. 44 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച പകൽ 11 മണിക്ക് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന വനം വന്യജീവി നിയമ ഭേദഗതി ബില്ല് വെറും തെരഞ്ഞെടുപ്പ് തട്ടിപ്പെന്ന് കർഷക മോർച്ച. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്നും ആക്ഷേപം. സ്വർണ്ണവില വീണ്ടും ഉയരത്തിൽ. പവന് വർദ്ധിച്ചത് 640 രൂപ. ഒരു പവൻ വാങ്ങാൻ 89,000 രൂപ നൽകണം. കോട്ടയം CMS കോളേജ് ചരിത്ര വിഭാഗം പ്ലാറ്റിനം ജൂബിലി ആഘോഷം തുടങ്ങി. ആഘോഷത്തോടനുബന്ധിച്ച് KR നാരായണൻ അനുസ്മരണ പ്രഭാഷണം. കോട്ടയം ജില്ലയിൽ നാളെയും മറ്റന്നാളും മഞ്ഞ അലർട്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.